ആരോ തന്റെ തോളിൽ തട്ടുന്നത് പോലെ അവന് തോന്നി. ടൗൺ എത്തി, ഇറങ്ങിക്കോളൂ, കണ്ടക്ടർ പറഞ്ഞു. ഫൈസി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ബസ് കാലിയായിരുന്നു. അലവിയെ കാണാനില്ലായിരുന്നു. ഫൈസി സീറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തറയിൽ കിടക്കുന്ന ഒരു കവർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അലവി കൊണ്ടുവന്ന അതേ കവറായിരുന്നു അത്. അവൻ വേഗം കണ്ടക്ടറുടെ നേരെ തിരിഞ്ഞു. എന്റെ അടുത്തിരുന്നിരുന്ന ആളെ കണ്ടിരുന്നോ? അദ്ദേഹത്തിന്റെ കവർ ഇവിടെ മറന്നു വെച്ചിരിക്കുന്നു. കണ്ടക്ടർ സംശയത്തോടെ നോക്കി. നിങ്ങൾ ഈ സമയം മുഴുവൻ തനിച്ചായിരുന്നല്ലോ ഇരുന്നത്, അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അത് കേട്ട് ഫൈസി ആകെ ആശയക്കുഴപ്പത്തിലായി. അവൻ ആ കവർ എടുത്ത് ബസ്സിൽ നിന്നിറങ്ങി ബസ് സ്റ്റാൻഡിൽ ചുറ്റും നോക്കി. അലവിയെ എവിടെയും കണ്ടില്ല. ക്ഷീണം കാരണം ഫൈസി അടുത്തു കണ്ടൊരു ചായക്കടയിലേക്ക് കയറി. അവനൊരു ചായക്ക് ഓർഡർ കൊടുത്ത് ഒരിടത്തിരുന്നു. മേശപ്പുറത്തിരുന്ന പത്രം അവൻ കയ്യിലെടുത്തു. അതിലെ താളുകൾ മറിച്ചു നോക്കുമ്പോഴാണ് ഒരു വാർത്ത ഫൈസിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ബൈക്ക് അപകടത്തെക്കുറിച്ച്. ബസ് യാത്രയ്ക്കിടയിൽ ഫൈസി കണ്ട അതേ അപകടം. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ വാർത്ത വായിച്ചു. അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നായിരുന്നു തലക്കെട്ട്. താഴെ ഫോട്ടോയും പേരുമുണ്ടായിരുന്നു. അലവി. ഫൈസി ഒരു നിമിഷം തരിച്ചുപോയി. തന്റെ അടുത്തിരുന്ന് തന്നോട് സംസാരിച്ച് തന്നെ നോക്കി പുഞ്ചിരിച്ച അതേ മനുഷ്യൻ. ഞെട്ടലോടെ നിശബ്ദനായി ഫൈസി തന്റെ അടുത്തുണ്ടായിരുന്ന ആ കവർ പതുക്കെ തുറന്നു. അതിനകത്ത് ഒരു ചെറിയ സ്കൂൾ ബാഗ്. ബാഗിന് മുകളിൽ ഒരു കുറിപ്പ് വെച്ചിരുന്നു. നിന്റെ യാത്രകളിൽ വേഗത കുറയ്ക്കുക. നിനക്ക് വേണ്ടിയും ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ചായയെക്കുറിച്ച് മറന്ന് വികാരങ്ങൾ കൊണ്ട് ഹൃദയം ഭാരമായി ഫൈസി അവിടെ തന്നെ ഇരുന്നു.